ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അത് പറ്റില്ലല്ലോ. അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഒന്നും ഫലിച്ചില്ലെങ്കിലേ എന്റെ ഈ കൈ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലില്ല പിശാചിനെ. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാരണമൊട്ട് അറിയുന്നുമില്ല. അമ്മേ, ഇതേ പ്രിയങ്കയുടെ ആത്മാവിന്റെ പണി തന്നെയാ, ഒട്ടും സംശയിക്കണ്ട. എടത്തി, എത്ര ലക്ഷണോ നമ്മൾ ഈ കാണുന്നത്. ഇനിയെങ്കിലും നമ്മൾ ഈ കാര്യത്തില് കൃത്യമായൊരു നിലപാടെടുത്തില്ലെങ്കിൽ ആർക്കാ എന്താ എപ്പോഴാ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മേ, അവളുടെ ലക്ഷ്യം രാധിക തന്നെയാ. രാധിക വരുണിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയത് പ്രിയങ്കയുടെ ആത്മാവിന് സഹിക്കോ? എങ്ങനെയും കൊല്ലാൻ നോക്കില്ലേ? എടത്തി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാധികയോടിപ്പോ ഒരു വിരോധമില്ല. രാധിക വരുണിന്റെ ഭാര്യയായതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ രാധികയോട് പക തീർക്കാൻ നടക്കുന്ന ഒരാത്മാവ് കൂടെയുള്ളവരോട് പക വീട്ടില്ലേ? ഏട്ടനും വയസ്സായ നമ്മുടെ അമ്മയ്ക്കും എന്തിന് ഏട്ടത്തിക്കാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാ നമ്മൾ എന്ത് ചെയ്യും? അമ്മേ, വേറൊന്നും ആലോചിക്കാനില്ല. രാധികയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതാ നമുക്ക് നല്ലത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? പ്രിയങ്കയുടെ ആത്മാവിന്റെ കാര്യം ചിലത് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേരില് രാധിക ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനൊന്നും പറ്റില്ല. അവളൊരു പാവം കുട്ടിയല്ലേ, നന്മ മാത്രമല്ലേ അവള് ചെയ്യാറുള്ളൂ. നന്മ ചെയ്താലും മറ്റുള്ളവർക്ക് അത് ദോഷാവുമെങ്കിൽ അതിന് പരിഹാരം ചെയ്തല്ലേ പറ്റൂ. രാധിക ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന കാര്യം ആരും പറയണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ കുടുംബത്തിന്റെ സ്വസ്ഥതക്കേടിന്റെ കാര്യം കൃത്യമായിട്ട് നമുക്ക് അന്വേഷിക്കാം. ഉർവശി, ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഇവിടെ ഒന്ന് വൃത്തിയാക്കിയേക്ക്. ചെറിയമേ, എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്? അവളെ പറഞ്ഞേക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് കയറി പോയത് കണ്ടില്ലേ? കൽപ്പന ഒന്ന് സമാധാനിക്ക്. എന്തായാലും പ്രിയങ്കയുടെ ആത്മാവ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് ഏട്ടത്തി സമ്മതിച്ചല്ലോ. ഇനി അതിന്റെ ഡോസ് നമുക്കൊന്ന് കൂട്ടിയാ മതി. ഇവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വസ്ഥതക്കേട് നമുക്കുണ്ടാക്കണം. പ്രിയങ്കയുടെ ആത്മാവിനെ ഇവര് പേടിക്കണം, പേടിച്ചു വിറയ്ക്കണം. അപ്പൊ പിന്നെ ശല്യക്കാരിയായ രാധിക അവളുടെ വീട്ടിലേക്ക് തന്നെ പൊയ്ക്കോട്ടെന്ന് നമ്മൾ പറയാതെ തന്നെ ഇവർക്ക് തീരുമാനിക്കേണ്ടി വരും. എന്നാ പിന്നെ നമുക്ക് ആ മാർഗം നോക്കാൻ ചെറിയമേ. എത്ര നാളായി നമ്മൾ അവൾക്ക് നേരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും അവള് കൃത്യമായി രക്ഷപ്പെടുന്നു. ഇനി അത് പറ്റില്ലല്ലോ. അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. ഒന്നും ഫലിച്ചില്ലെങ്കിലേ എന്റെ ഈ കൈ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലില്ല പിശാചിനെ. എന്താ സാറേ ഇവിടേക്ക്? വേറെ ആരെയും കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ ആരടാ? നീയാണോ ജയിലിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? എന്തോന്നാ സാറേ വകുപ്പ്? കൊലപാതകം. വീട്ടിലുണ്ടായിരുന്നൊരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊന്നു. ഇവൻ ചെറിയ കക്ഷിയൊന്നല്ല,
വലിയ വലിയ കക്ഷികളാ സാറേ നമുക്ക് നോട്ടം. ഡാടാ വെറുതെ പണി വാങ്ങാൻ നിൽക്കണ്ട. സൂപ്രണ്ട് നിനക്ക് നന്നായിട്ട് അറിയാലോ. കേറ്. എന്താണ് അതിന്റെ പേര്? ഡാ നിന്നോട് ചോദിച്ചു കേട്ടില്ലേ, നിന്റെ പേരെന്താടാ? നിന്റെ ഒന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. നീയൊക്കെ എന്താടാ കരുതിയിരിക്കുന്നത്? നിങ്ങൾ വലിയ സംഭവമാണെന്നോ? നിന്നെപ്പോലുള്ളവരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. തലകുനിച്ച് ജയിലിലേക്ക് വരുന്ന തടവുകാരോട് പെരുമാറുന്ന പോലെ കണിമംഗലം ചന്ദ്രശേഖരനോട് പെരുമാറാൻ നിൽക്കണ്ട. സാറ് നല്ല ഫോമിലാണല്ലോ. എന്തായാലും വന്ന് കേറിയതല്ലേ, ഇപ്പൊ ഒന്ന് വിശ്രമിക്കട്ടെ. എന്നിട്ട് നമുക്ക് സാറിന്റെ ഒപ്പം ഇരിക്കാം, അല്ലേണ? സാറിന്റെ ഒപ്പം ഇരുന്നാ മാത്രം പോരാ, സാറിനെ ഇന്ന് നമുക്ക് കിടത്തി ഉറക്കണം. നല്ലൊരു താരാട്ട് പാട്ടൊക്കെ പാടി സുഖമായിട്ട് ഉറക്കണം. ആദ്യത്തെ ദിവസമല്ലേ? നീയൊക്കെ പറയുന്നത് ഭീഷണിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുറത്തുനിന്ന് നിങ്ങളുടെ ആളുകൾ നിങ്ങളെ കാണാൻ വരുമ്പോ അവരോട് അന്വേഷിച്ചറിയാൻ പറയണം കണിമംഗലം ചന്ദ്രശേഖരന്റെ പവർ എന്താണെന്ന്. പിന്നെ വാ തുറക്കില്ല നീയൊന്നും, കേട്ടോടാ. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുപാട് സൂക്ഷിക്കണം. തെറ്റ് ചെയ്തിട്ടാണ് ചന്ദ്രശേഖരൻ ജയിലിലായതെങ്കിലും അത് നിങ്ങൾ ചെയ്യിച്ചു എന്ന് പറയുന്നതിലാ ഇവിടെയുള്ള ചിലർക്കൊക്കെ സന്തോഷം. അറിയാം മുത്തശ്ശി, ആ ചടിച്ചിട്ട് വീണ സംഭവം ഉണ്ടല്ലോ, അത് ചെറിയമ്മയുടെ പ്രതികാരമായിട്ടാ എനിക്ക് തോന്നിയത്. നമ്മള് ടെറസിൽ മുഴുവൻ നോക്കിയതല്ലേ, വേറെ ആരെയും കണ്ടില്ലല്ലോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, അവരെന്തും ചെയ്യും. പ്രത്യേകിച്ച് താൻ കൂടി എതിർത്ത് സംസാരിച്ചുകൊണ്ട്. വരുൺ, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് വരെ നിങ്ങൾ രണ്ടുപേരെ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ. നിങ്ങൾ ഹണിമൂണിന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, കുറച്ച് കഴിയുമ്പോ തിരിച്ചു വന്നാ മതി. ഏയ് അത് വേണ്ട മുത്തശ്ശി, പേടിച്ച് നാട് വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവരൊക്കെ ഇനി എന്ത് ചെയ്താലും ഞങ്ങളത് ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനം, അല്ലേ രാധികേ? വരുൺ പറയുന്ന തീരുമാനം എന്താണോ അത് ഞാൻ അനുസരിച്ചോളാം. കേട്ടോ മുത്തശ്ശി, മുമ്പായിരുന്നെങ്കിൽ ഇവിടുന്ന് ആദ്യം ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ഇയാളായിരിക്കും. പക്ഷേ ഇത് പഴയ രാധിക അല്ലല്ലോ, പുലിക്കുട്ടിയല്ലേ. എന്തൊക്കെയായാലും ശ്രദ്ധിക്കണം നിങ്ങള്. മറ്റുള്ളവരുടെ നാശം മാത്രം കാണാൻ ജീവിച്ചിരിക്കുന്നവർ ഇവിടെ ഉണ്ട്.